അങ്ങനെ 2 ദിവസത്തേക്ക് ട്രിപ്പിന് വന്ന ഞങ്ങൾ 3-ാമത്തെ ദിവസവും തിരിച്ചു പോരാതെ തിരിച്ചു വരവ് 4-ാമത്തെ ദിവസമാക്കിട്ടോ. ഗുണ കേവ് കണ്ട് നേരെ പൂണ്ടിക്ക് വിട്ടു. പൂണ്ടിക്ക് പോകുന്ന വഴിക്ക് പൂണ്ടി പോലെ തന്നെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ പൂമ്പാറ. പൂമ്പാറയിൽ ഒരു കോവിലുണ്ട്. ആ കോവിലിൻ്റെ ചുറ്റുമാണ് ഈ നിറയെ വീടുകളും ചെറിയൊരു പട്ടണവും ഡെവലപ്പായി വന്നിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും സ്റ്റെപ്പ് ഇറിഗേഷൻ എന്നറിയപ്പെടുന്ന കൃഷിരീതിയാണ് കേട്ടോ. മല മുഴുവൻ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട് വെളുത്തുള്ളി, ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ ഒക്കെയാണ് ഇവരുടെ മെയിൻ കൃഷി. ശരിക്കും ചെറു പട്ടണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു തനി കുഗ്രാമാണ്. ഫോണിൻ്റെ 5G കട്ടായിട്ട് 4Gയോ 3Gയോ കിട്ടിയ വരെ ഇഷ്ടപ്പെടാത്ത നമ്മൾക്ക് റേഞ്ച് പോലും ഇല്ലാതെ ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് അത്ഭുതം തോന്നും. ഇവിടുത്തുകാരുടെ ജീവിതമൊക്കെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞതായിരിക്കും. എന്നാലും പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നാൽ അവരെവിടേക്ക് പോവുമല്ലേ. പക്ഷേ ഈ പ്രകൃതി അതെത്ര പറഞ്ഞാലും മതിയാവില്ല. എങ്ങോട്ട് നോക്കിയാലും അത്ര ഭംഗിയാണ്. പൂമ്പാറയിൽ നിന്ന് കുറച്ചും കൂടി പോയാലാണ് കേട്ടോ പൂണ്ടി എത്തുക. അവിടെ ഞങ്ങളൊരു കോവിലും കുട്ടികൾ കളിക്കുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ തട്ടുതട്ടായിട്ട് കാണുന്നതൊക്കെ മെയിനായിട്ട് വെളുത്തുള്ളിയാണ്. ചില തട്ടുകളിൽ പാകമായ വെളുത്തുള്ളി പറിക്കുന്നു, ചില തട്ടുകളിൽ വെളുത്തുള്ളി നടാൻ വേണ്ടി നിലം ഒരുക്കുന്നു, ചിലയിടത്ത് നട്ടിട്ട് മുള പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഗ്രാമീണരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവരൊക്കെ എന്ത് നിഷ്കളങ്കരാണെന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ കേരളത്തിൽ നിന്നാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളോട് സംസാരിക്കാനൊക്കെ. കുട്ടികളൊക്കെ അവർ ചെയ്യുന്ന കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഈ വഴിയൊക്കെ കണ്ടില്ലേ, ഇതാണ് അവരുടെ നടപ്പ് വഴി. ഞങ്ങൾ നോക്കുമ്പോൾ 70 വയസ്സായ ഒരു അമ്മാമ്മ തല നിറയെ വിറകൊക്കെ വെച്ചിട്ട് ഈ വഴിയിലൂടെ കൂളായിട്ട് നടന്നുപോയി. ഞങ്ങൾ ആ തട്ടുതട്ടുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വഴി ഇറങ്ങിയത്. ഇവർക്ക് ഇവിടെ ബാത്റൂം സൗകര്യം ഉണ്ടോയെന്നൊക്കെ എനിക്കറിയില്ല. പക്ഷെ കുട്ടികളൊക്കെ ആ തോടിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടാണ് അപ്പിയിടുന്നുണ്ടായിരുന്നത്. എന്തായാലും ഇവിടുത്തുകാരൊക്കെ എല്ലും മുറി അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഫ്രഷ് വെളുത്തുള്ളിയൊക്കെ പറിച്ചിട്ട് കൂനായിട്ട് ഇട്ടിരിക്കുന്നത്. കൊടൈക്കനാലിൻ്റെ അത്ര തണുപ്പില്ല കേട്ടോ പൂണ്ടിയിൽ. ഇവിടെ വന്നിട്ട് റൂം എടുക്കാം, സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ശരിക്കും പെടും. ഞങ്ങൾക്കും പറ്റിയതാണ് കേട്ടോ അബദ്ധം. നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നതായിരിക്കും നല്ലത്. നഗരത്തിലെ തിരക്കിന്നൊക്കെ വിട്ടുമാറി കൊടൈക്കനാൽ പോലൊരു സ്ഥലത്തൊന്നും സ്റ്റേ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പൂണ്ടി നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. മിക്കവാറും ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഒരു ഗ്രാമം. ഇവിടെ കണ്ടില്ലേ, ഈ മലയുടെ ഇവിടെ ഒരു ഗ്രാമം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ട് അടുത്ത മലയുടെ താഴ്വാരത്തിലൊരു ഗ്രാമം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ടാണ് അതിൻ്റെ അടുത്ത ഗ്രാമം. അങ്ങനെ ആൾക്കാരൊക്കെ കൂട്ടായിട്ടാണ് താമസിക്കുക. ബാക്കി സ്ഥലങ്ങളൊക്കെ മെയിനായിട്ട് അവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കും. ഞങ്ങൾ പൂണ്ടിയിൽ സ്റ്റേ ഒന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒത്തിരി അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തിരിച്ച് കൊടൈക്കനാലിലാണ് നിന്നുണ്ടായിരുന്നത്.